അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോപ്പ് ഡ്രോയിങ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഷോപ്പ് ഡ്രോയിങ്ങിൽ അതിൻ്റെ ഓരോ ആൾക്കാരുടെയും എന്തൊക്കെയാണ് റോള്, അതിൻ്റെ ഡ്രോയിങ്സ്, ഷോപ്പ് ഡ്രോയിങ്സും IFC ഡ്രോയിങ്സ് ആസ് വെൽ ഡ്രോയിങ്സ്, അതിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഷോപ്പ് ഡ്രോയിങ്സിൻ്റെ പലതരം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ഷോപ്പ് ഡ്രോയിങ് വരുമ്പോൾ എന്തൊക്കെ വരും? ഇലക്ട്രിക്കൽ നമുക്ക് സാധാരണ കേബിൾ ട്രെയിൻ, പിന്നെ ട്രങ്കിങ്, റൂട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ അടി കൂടെ ഉള്ള, അതായത് ഒരു ഫ്ലോറിൻ്റെ അടി കൂടെയൊക്കെയുള്ള ചെയ്യുന്നതിനെ ട്രങ്കിങ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ പാനൽ ബോർഡുകളുടെ ലൊക്കേഷൻ, പിന്നെ ലൈറ്റിംഗ് ലേ ഔട്ട് വരും. അതുകൂടാതെ ലൈറ്റ് എത്ര ഹൈറ്റിലൊക്കെ മൗണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരണം. പിന്നെ പവർ, എർത്തിങ്ങിൻ്റെ ഒക്കെ റൂട്ട് പോകുന്നതും, പിന്നെ വെസ്റ്റക്റ്റുകളും അല്ലെങ്കിൽ റൈസിങ് മെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലേ ഔട്ടുകളൊക്കെയാണ് ഇലക്ട്രിക്കൽ ഷോപ്പ് ഡ്രോയിങ്സിൽ കാണപ്പെടാറുള്ളത്. മെക്കാനിക്കൽ പാർട്ടിൽ HVAC സിസ്റ്റംസ്, അതായത് അതിൻ്റെ ഡക്റ്റ്, അതിൻ്റെ സൈസ്, അതിൻ്റെ എത്ര ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ക്ലിയറൻസും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഫാൻ കോയിൽ യൂണിറ്റ്സിൻ്റെ ഒക്കെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡയമെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിൽഡ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ചിൽഡ് വാട്ടറിൻ്റെ പൈപ്പിംഗ്, അതിൻ്റെ കണ്ടൻസറിൻ്റെ പൈപ്പിംഗ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. പിന്നെ ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ഫാൻ കോയിൽ യൂണിറ്റുകളുടെ ഫിൽറ്റേഴ്സൊക്കെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയുള്ള ക്ലിയറൻസും അതിന് വേണ്ടിയുള്ള ആക്സസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അത് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ ഇതുകൂടാതെ പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ്, പ്ലംബിങ്ങിൻ്റെ പാർട്ടിൽ വരുന്ന പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജിൻ്റെ ഷോപ്പ് ഡ്രോയിങ്ങിൽ മെയിനായിട്ട് വാട്ടർ സപ്ലൈ റൂട്ടിങ്, അവിടെ വരുന്ന വാട്ടർ സപ്ലൈ റൂട്ടിങ്, അതുകൂടാതെ സാനിറ്ററി വാട്ടർ, അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടറിൻ്റെയൊക്കെ റൂട്ടിങ്ങും, പിന്നെ സ്ട്രോം ഡ്രെയിനേജ് സ്ലോപ്പുകൾ. എസ്പെഷ്യലി ഈ ഡ്രെയിനേജിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. കൃത്യമായിട്ടുള്ള സ്ലോപ്പിൽ ഈ പൈപ്പുകൾ ചെയ്താൽ മാത്രമാണ് ഈ വേസ്റ്റിൻ്റെ ഫ്ലോ സാധ്യമാവുള്ളൂ. അപ്പോൾ അവിടുത്തെ അങ്ങനെയുള്ള ഡ്രോയിങ്സിൽ അതെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ പമ്പ് റൂമുകളും അതിൻ്റെ ടാങ്കുകളുടെ ലേഔട്ടുകൾ, ടാങ്കിൻ്റെ കപ്പാസിറ്റിയും, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഓവർഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കണക്ഷൻസ്, അതെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ ഇതുകൂടാതെ പൈപ്പുകളൊക്കെ പോകുമ്പോൾ അതിൻ്റെ സപ്പോർട്ടും അതിൻ്റെ സ്ലീവ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പ് ഡ്രോയിങ്ങിൽ വേണം. ഇനി വരുന്നത് ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഷോപ്പ് ഡ്രോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഫയർ ഫൈറ്റിങ്ങിന് മെയിനായിട്ട് വരുന്നത് സ്പ്രിംഗ്ലേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്പ്രിംഗ്ലേഴ്സിൻ്റെ ഹെഡ് എങ്ങനെ, അതിൻ്റെ സ്പേസിങ് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് മെയിൻ വാൽവുകളുടെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം, അതിൻ്റെ ഷാഫ്റ്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ പമ്പ് റൂമിൻ്റെ ലേഔട്ടും, പിന്നെ ഹോസ് റീൽ, ഹൈഡ്രൻറ്റിൻ്റെ ഒക്കെ ലൊക്കേഷൻ, അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ഇനി ELV, എക്സ്ട്രാ ലോ വോൾട്ടേജ് ഷോപ്പ് ഡ്രോയിങ്സിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് CCTV ക്യാമറ, അതിൻ്റെ കവറേജ്, പിന്നെ ആക്സസ് കൺട്രോൾ സിസ്റ്റം, അതായത് നമ്മൾ ഒരു റൂം ടു റൂം നമുക്ക് ഇപ്പോൾ പഞ്ചിങ് വഴി കയറാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആക്സസ് കാർഡ് വഴി കയറാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അതിൽ വരും. പിന്നെ ഡാറ്റ ആൻഡ് ടെലികോം, ഇൻ്റർനെറ്റ്, അങ്ങനെയുള്ള സിസ്റ്റംസും, പിന്നെ ഫയറിൻ്റെ ഫയർ അലാം സിസ്റ്റം എല്ലാം ELVയുടെ ഭാഗത്താണ് പെടുന്നത്. ആൻഡ് ഓൾസോ പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതും നമ്മുടെ ELV ഷോപ്പ് ഡ്രോയിങ്ങുകളിലാണ് കാണപ്പെടുന്നത്. BIM പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് LOD, ലെവൽ ഓഫ് ഡീറ്റെയിൽസ്. അപ്പോൾ LOD പലതരം ഉണ്ട്. അപ്പോൾ 300, 350, 400, തൽക്കാലം ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തത്, അല്ലെങ്കിൽ എത്രത്തോളം ഡീറ്റെയിൽസ് ആണ് ഒരു സാധനത്തിൽ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ LOD 300 ആണെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ജോമെട്രി, സിസ്റ്റം ലേഔട്ടും കിട്ടും. LOD 350 ആണെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റമായിട്ടുള്ള ഇതെങ്ങനെ വരുന്നതെന്നുള്ളത് കിട്ടും. പിന്നെ LOD 400 ആണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക്കേഷൻ, ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽ അടക്കം കിട്ടും. അപ്പോൾ MEP കോർഡിനേഷനിൽ യൂഷ്വലി മിനിമം 350 തുടങ്ങണം, 350 എങ്കിലും വേണം, അത്രയും ഡീറ്റെയിൽസ് വേണം. അതായത് ഉദാഹരണത്തിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു LOD 100 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഡീറ്റെയിൽ ഇല്ല. LOD 200 അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് തെളിഞ്ഞു വന്നു. LOD 300 അതിൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് വന്നു. LOD 350 വീണ്ടും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ്, 400 അതിനേക്കാളും കൂടുതൽ ഡീറ്റെയിലിംഗ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇത്ര മനസ്സിലാക്കി വെക്കുക. ഒരു ഷോപ്പ് ഡ്രോയിങ്ങിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആണ് സിസ്റ്റം റൂട്ടിംഗ് ആൻഡ് എലിവേഷൻസ്, അതായത് അതിൻ്റെ ഹൈറ്റുകളൊക്കെ കൃത്യമായിട്ട് അറിയണം. പൈപ്പ്, ഡക്റ്റ്, കേബിളോ വാട്ടർ, അതിൻ്റെ സൈസുകൾ കൃത്യമായിട്ട് വേണം. മെറ്റീരിയൽ എന്ത് സ്പെസിഫിക്കേഷൻ ആണ്, എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പൈപ്പാണെങ്കിൽ എന്ത് ടൈപ്പ് പൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സാധാരണ PVC ആണോ, CPVC ആണോ, UPVC ആണോ, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും അതിൽ വേണം. പിന്നെ അതുകൂടാതെ അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അതിന് എത്ര ഗ്യാപ്പ് സ്പേസിങ്ങിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പർ, അങ്ങനെ ഡീറ്റെയിൽസ് വേണം. ബാക്കിയുള്ള സോണുകളിൽ നിന്നുള്ള ക്ലിയറൻസ്, ഒരു എക്യുപ്മെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ അതിന് ഇത്ര ഗ്യാപ്പ് ഇട്ട് വേണം അടുത്ത എക്യുപ്മെൻറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ വാൾസിനൊക്കെ ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വാൾസ് വേണം, ഒക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ വരിക. ഫയർ റേറ്റിംഗ് ആൻഡ് പെനിട്രേഷൻ ഡീറ്റെയിൽസ്, ഇപ്പോൾ നമ്മൾ ഫയർ റേറ്റഡ് വാൾസ് ഒക്കെ നമ്മൾ പണിയും. ഇപ്പോൾ ഉദാഹരണത്തിന് സബ്സ്റ്റേഷൻ്റെ ഒക്കെ വാൾ
വാൾസിന് ഇത്ര 4 hours ഫയർ റേറ്റിംഗ് വേണം, ഓയിൽ കൂൾ ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര ഫയർ റേറ്റിംഗ് വേണം എന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. റെഫറൻസ് ഗ്രിഡ്സ് ആൻഡ് ലെവൽസ്, അപ്പോൾ നമ്മൾ അത് ഡ്രോയിങ്സിൽ പല ഗ്രിഡായിട്ടായിരിക്കും വരയ്ക്കുന്നത്. ABCD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്രിഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം അതിൻ്റെ അകത്ത് നമുക്ക് അപ്പോൾ ആവശ്യം വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള പല ഇൻഫോർമേഷൻസ് മിസ്സിംഗ് ആകുമ്പോഴാണ് ഡ്രോയിങ് നമുക്ക് അപ്രൂവ് ആവേണ്ടൊക്കെ കിട്ടുന്ന അവസ്ഥകൾ വരാറ്. അപ്പോൾ നമ്മൾ ഷോപ്പ് ഡ്രോയിങ്ങിനെ പറ്റി തന്നെ പറയുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. കാരണം ഷോപ്പ് ഡ്രോയിങ് ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം. അപ്പോൾ ഇത് ഒരു സബ് കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്ത ശേഷം പരസ്പരം ഇന്റേണലി അത് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മെയിൻ കോൺട്രാക്ടർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ അത് മെയിൻ കോൺട്രാക്ടർ അപ്പോൾ അത് കൺസൾട്ടന്റിന് കൊടുക്കും. അപ്പോൾ കൺസൾട്ടൻസ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ടോ റിവ്യൂസ് ഒക്കെ നടത്തിയിട്ട് അതിൽ കമന്റ്സ്, അതായത് റിവിഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയും, റീസബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറയും. അതിനെല്ലാത്തിനും ശേഷം എല്ലാം ക്ലിയർ ആയതിനു ശേഷം കൺസൾട്ടന്റിന്റെ സോൾ റെസ്പോൺസിബിലിറ്റിയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കമ്പനി അത് അപ്രൂവ് ആയതിനു ശേഷം നമുക്കൊരു ഫൈനൽ അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് കിട്ടും. അതിനാണ് അപ്രൂവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, AFC എന്ന ഒരു സ്റ്റാറ്റസിലെത്തി. അപ്പോൾ ഈ AFC കിട്ടാത്ത ഡ്രോയിങ് കൊണ്ടേ നമ്മൾ അത് യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ്. നോ ഇൻസ്റ്റലേഷൻ ഈസ് അലൗഡ് വിത്തൗട്ട് AFC സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പ് ഡ്രോയിങ് ആണ് ഏറ്റവും MEP കോർഡിനേഷൻ്റെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു പടി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാ സിസ്റ്റം കൂടി ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ ഒരു ടീം വരച്ചു, HVAC ഒരു ടീം വരച്ചു. നമ്മളിത് ഈ രണ്ട് ഡ്രോയിങ് കൂടി രണ്ടും ഒരേ ഫ്ലോറിൻ്റെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെയാണ് വരച്ചതെന്ന് വെച്ചു. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ രണ്ടും കൂടി നമ്മൾ ഒന്നിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാഷ് ഉണ്ടോ എന്നുള്ളത് നോക്കി, അതുകൂടാതെ അതിൻ്റെ എലിവേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കി, ക്ലിയറൻസ് എല്ലാം കറക്റ്റ് ആണോ നോക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ലൈറ്റിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് HVACയുടെ ഒരു ഡക്റ്റിൻ്റെ ഔട്ട് വരാത്ത രീതിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈറ്റ് വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ 2D ആണെങ്കിൽ കോമ്പോസിറ്റ് ആയിട്ടുള്ള MEP ഡ്രോയിങ്സ്, അതായത് പല പല ഡ്രോയിങ്സ് ഒന്നിച്ചുള്ള കോർഡിനേഷൻ ഡ്രോയിങ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ BIM ആകുമ്പോഴത്തേക്കും നമുക്ക് 3D ലെവലിൽ നമുക്ക് ക്ലാഷിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി ബെറ്റർ നമുക്ക് റിസൾട്ട്സ് തരുന്നത്. ഈ ഷോപ്പ് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രശ്നം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബീമുകൾ, കുളത്തിനെ പറ്റിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാതെ പോകും. പിന്നെ ചിലപ്പോൾ വാൽവുകളുടെയൊക്കെ പ്ലേസ്മെന്റ്, അവിടേക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ട് വാൽവിന്റെ ഇതൊക്കെ വരച്ച് വെച്ചാൽ പ്രശ്നമാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകറക്റ്റ് എലിവേഷൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ എലിവേഷന്റെ ലെവൽ കറക്റ്റായിട്ട് ബേസിൽ നിന്ന് നമ്മൾ അതിന്റെ എലിവേഷൻ, അതിന്റെ ഹൈറ്റുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഒറിജിനലി സൈറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻ മാച്ച് ആവാത്ത രീതിയിൽ വരും. നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫാൾ സീലിംഗ് നമുക്ക് 1 മീറ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് 1 മീറ്റർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാൽ നമ്മുടെ അത് എലിവേഷൻ തെറ്റിക്കൊണ്ട് അങ്ങനെ വന്നതാണ്. നമ്മൾ ബേസിൽ നിന്ന് എലിവേഷൻ എടുത്തപ്പോൾ തെറ്റി വന്നു. ചിലപ്പോൾ അതൊരു 0.75 ഉള്ളെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ചിലപ്പോൾ ഡക്റ്റുകളും കാര്യങ്ങളും അതിൽ കൂടി വിടാൻ പറ്റാത്തൊരു അവസ്ഥ വരാം. അപ്പോൾ അതൊരു പ്രശ്നം. അപ്പോൾ സീലിംഗ് ലെവൽ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെയിം ഡ്രോയിങ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിലങ്ങ് പ്രത്യേകിച്ചൊന്നും ഡീറ്റെയിൽ ഒന്നും ചെയ്യാണ്ട് അങ്ങ് പോകാറുണ്ട്. IFC ഡ്രോയിങ്സ് അത് ടെൻഡറിങ് പർപ്പസിന് വേണ്ടി താൽക്കാലികമായിട്ട് വരച്ചത് മാത്രമാണ്. അപ്പോൾ അതൊരു പ്രശ്നം വരും. പിന്നെ ലാക്ക് ഓഫ് കോർഡിനേഷൻ വിത്ത് ഫയർ റേറ്റിംഗ് റിക്വയർമെന്റ്സ്. ചിലപ്പോൾ നമ്മൾ ഫയർ റേറ്റിംഗ് ഇതൊന്നും നോക്കാണ്ട് ജസ്റ്റ് നോർമലായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ വച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷയമാവും ഭാവിയിൽ. അപ്പം നമ്മൾ ഒരു ഡ്രോയിങ്ങിന്റെ ഒരു പ്രിപ്പറേഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഇങ്ങനെ ഒരു ബേസിക്കലി ഡിവൈഡ് ചെയ്യാം. റെസ്പോൺസിബിലിറ്റി മാട്രിക്സ് ഉണ്ട് കൊടുത്തിങ്ങനെ. അപ്പോൾ ഷോപ്പ് ഡ്രോയിങ് സാധാരണ സബ് കോൺട്രാക്ടർ ചെയ്തിട്ട് അതിനെ കോർഡിനേഷൻ കറക്റ്റ് ആണോ എന്ന് മെയിൻ കോൺട്രാക്ടറിന്റെ ടീമാണ് നോക്കുന്നത്. ഈ മെയിൻ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ടാണ് എല്ലാം സബ് കോൺട്രാക്ടർ ഒരു ടീമായിരിക്കും. എന്നിട്ട് അതിന്റെ ഫൈനൽ ടെക്നിക്കലി അതെല്ലാം ഓക്കെ ആണെന്നുള്ള അപ്രൂവൽ കൺസൾട്ടന്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ കോഡ് കംപ്ലൈൻസ് എല്ലാ പാർട്ടീസും ഈ കൃത്യമായിട്ടുള്ള കോഡ്, ഇപ്പോൾ ദുബായിലാണെങ്കിൽ ദുബായ് ബിൽഡിംഗ് കോഡും ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് IS സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രകാരമാണെന്നുള്ള കാര്യം നോക്കണം. പിന്നെ സൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതായത് കോൺട്രാക്ടർ അല്ലെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി പോകുന്നത്. ഇപ്പം നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പ് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ ചിലപ്പോൾ പല പല റിവിഷൻസ് ഉണ്ടാവാം. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എടുത്ത് അതിനെ ആസ്പദമാക്കിയിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ നമ്മൾ കളർ കോഡ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് HVACയുടെ
ഹീറ്റഡ് ആയിട്ടുള്ള, അതായത് റിട്ടേൺ വാട്ടർ കൊണ്ടുപോകുന്നത്. ഞാനത് ഇതിന്റെ പല ടേംസും പലർക്കും പലർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല, വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ആം, നമ്മുടെ അതിന്റെ ഒരു കളർ റെഡിഷോ അല്ലെങ്കിൽ ഒരു പിങ്ക് ടൈപ്പ് ആയിരിക്കണം, മറ്റേത് നോർമൽ ബ്ലൂ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കളർ കോഡുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിക്കുക. ഫയറിന്റെ ഒക്കെ സാധാരണ റെഡ് ആയിട്ടുള്ള പൈപ്പാണ് യൂസ് ചെയ്യുന്നത്, അത് തെറ്റിക്കാതെ വരയ്ക്കുക. അപ്പൊ എല്ലാ സിസ്റ്റം ക്ലിയർലി ലേബിൾ ചെയ്ത് വരയ്ക്കുക. പിന്നെ സെക്ഷൻസ്, അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ 2D ഡ്രോയിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ സെക്ഷണൽ വ്യൂസ്, അതായത് അതിന്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ട സ്ഥലങ്ങളിലെല്ലാം ചെയ്യുക. എസ്പെഷ്യലി ക്രോസ് പല ഇപ്പോൾ ഒരു ഫയർ പൈപ്പും ഒരു ഡക്റ്റ് ഒക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ സെക്ഷൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് എന്താണ് അവിടെ സംഭവിക്കണതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്പെസിഫിക്കേഷൻസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച സ്പെസിഫിക്കേഷൻസ് ഉള്ള സാധനങ്ങളല്ലേ വന്നേക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലൈറ്റ് പുറത്ത് ഔട്ട്ഡോറിൽ ഇടേണ്ട ഒരു ലൈറ്റിന് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻസ് ഒക്കെ വേണ്ടതാണ്. IP65, 68 ഒക്കെ വേണ്ടതായിരിക്കും. അതിന് വരെ നമ്മൾ നോർമൽ IP22 അതൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും. നമ്മളെപ്പോഴും ഇന്റേണൽ ക്ലാഷ് ചെക്കുകൾ, അതായത് ഈ സിസ്റ്റംസ് ക്ലാഷ് ആവുണ്ടോ എന്ന് സബ്മിറ്റ് ചെയ്യണതിന് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ സാധനം സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ 100 മിസ്റ്റേക്സുകൾ കണ്ടുപിടിക്കണേക്കാളും നല്ലത് നമ്മളായിട്ട് മിസ്റ്റേക്സ് കണ്ടുപിടിച്ചത് അവോയ്ഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്താൽ മെയിനായിട്ട് നമ്മുടെ സൈറ്റിൽ പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റലേഷൻ സ്പീഡ് കൂടും. അപ്പോൾ കമ്മീഷനിങ് നമുക്ക് ത്വരിതഗതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോൺട്രാക്ടർക്ക് വേറെ പ്രശ്നമില്ലാണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. റിക്വസ്റ്റ് RFI എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ ഇൻസ്പെക്ഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതധികം ഇൻസ്പെക്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോരോ പണി ചെയ്ത് റിക്വസ്റ്റ് ഫോർ ഇൻസ്പെക്ഷൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും പ്രോജക്റ്റ് അത്ര സ്ലോ ആവും. അപ്പോൾ അതാണ് MEPയുടെ കോർഡിനേഷനിൽ ഷോപ്പ് ഡ്രോയിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി അത് ഈ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ MEP കോർഡിനേഷൻ ഇപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ അതെങ്ങനെയാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളൊരു തമ്പ് റൂൾ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഹൈറാർക്കി ഏതൊരു ക്രമത്തിലാണ് നമ്മൾ തുടങ്ങുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം എപ്പോഴും സ്ട്രക്ചർ എലമെന്റ്സിനാണ്, അതായത് സിവിൽ പരമായിട്ടുള്ള ഇപ്പോൾ തൂണുകൾ, കോളംസ്, ബീംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ഒരിക്കലും അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബിൽഡിംഗ് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനെ ഫസ്റ്റ് കൃത്യമായിട്ട് കറക്റ്റ് ആക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് വലിയ വലിയ ബിൽഡിങ്ങുകളിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വരുന്നത് HVAC ഡക്റ്റുകളാണ്. കാരണം ഡക്റ്റ് കുറേ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് ആദ്യം റൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിട്ട് നീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡക്റ്റിന്റെ കാര്യം നമ്മൾ ഒന്ന് പരിഗണനയിലാക്കുക. അതിനുശേഷം നമ്മൾ ഫയർ ഫൈറ്റിങ്ങിന്റെ പാർട്ട് കറക്റ്റ് ആക്കുക. അതിനുശേഷം പ്ലംബിങ്ങും, അതിനുശേഷം ഇലക്ട്രിക്കൽ, അതിനുശേഷം ELV.